ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3-4 സവാള കട്ട് ചെയ്ത് അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വാടാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ കട്ട് ചെയ്ത് അതുപോലെ ജസ്റ്റ് ഒന്ന് വാടി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇറച്ചി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്പൂണിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു പച്ചമണം മാറി വന്നാൽ നല്ലോണം കഴുകിയിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ബീഫ് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ചോറിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല. ഞാനൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും പഞ്ചസാര കൂട്ടിയിട്ടും അതുപോലെ വെള്ളം കലക്കിയിട്ടൊക്കെ ഇത് കഴിക്കാറുണ്ട്. ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. പൊന്നി പുഴുങ്ങലരിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ അളവിന് അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു ബേ ലീവ്സും കൂടെ ഒന്ന് ഇട്ട് വഴറ്റിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കൊന്നും വേണ്ട, ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലാക്ക് ലെമൺ പൊട്ടിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മഗ്ഗിലാണ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആ ഒരു അളവിനൊപ്പിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കൂടെ ഈ ഒരു പുതിർത്ത് വെച്ച പുഴുങ്ങലരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നല്ലോണം ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി നല്ലോണം റെഡി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് ലെമണും കൂടെ അതിന് മേലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നല്ലൊരു ഫ്രൂട്ട് സലാഡ് കൂടെ കഴിച്ചു. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് എന്തായാലും കമൻസൊക്കെ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.